ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നീതു Indo-Italian ഡിഷസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന്. അതുണ്ടാക്കാനായിട്ട് 2 മുട്ടയുടെ വെള്ള എടുത്തു, 200 ml ഓയിൽ വെജിറ്റബിൾ ഓയിൽ. അത് ഒന്നുകിൽ സൂര്യകാന്തിയുടെ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ നിലക്കടലയുടെ ഓയിൽ, കടല എണ്ണ. ഇത് രണ്ടിലേതിലും ഒന്നെടുത്താൽ ഇത് ശരിയാകത്തുള്ളൂ. അത് നിലക്കടലയുടെ എണ്ണ. അത് രണ്ടിലേതിലും ഒന്നിൽ ചെയ്താലേ നമ്മൾ ഉണ്ടാക്കുന്ന മയോണൈസ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇത് അടിച്ചെടുക്കാനായിട്ട് ഒരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഒരു വിസ്ക് ആയാലും മതി. പക്ഷേ വിസ്ക് വെച്ച് അടിക്കുമ്പം നമ്മൾ കുറച്ചേറെ നേരം കിടന്ന് മെനക്കെടണം. കാരണം ഇങ്ങനെ കൈകൊണ്ട് അടിച്ചടിച്ചടിച്ച് വേണം ചെയ്തെടുക്കാൻ. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, വിസ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അടിച്ച് റെഡിയായിട്ട് വരുമ്പം അതിനൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പെപ്പർ പൊടി വേണം, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വേണം. ആദ്യം ഈ മുട്ടയുടെ ഉണ്ണി ഒന്ന് അടിച്ചെടുക്കാം. അടിക്കുമ്പം 1 2 3 3 വെലോസിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2-ലിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്. തീരെ സ്ലോ ആയി പോവും. 1-ലിട്ടാൽ 3-ലിട്ടോ ഒത്തിരി ഫാസ്റ്റായി പോവും. അപ്പോൾ 2-ലിട്ട് അടിക്കാനാണ് സാധാരണ പറയുന്നത്. വെലോസിറ്റി നമ്പർ 2. ഇപ്പം ഈ മുട്ടയുടെ ഉണ്ണി ഓൾറെഡി നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ആഡ് ചെയ്യരുത്, കുറേശ്ശെ ആഡ് ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് അടിക്കാം. ബാക്കി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം റെഡിയാക്കി, മയോണൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അടിക്കുമ്പം എപ്പോഴും കുറേശ്ശെ ഓയിലേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒന്നിച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 200 ml ഓയിൽ ഒഴിച്ചാൽ അത് ശരിയാകത്തില്ല. അങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്ന വേറൊരു പ്രോസസ്സുണ്ട്. അതിന് വേറൊരു ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പം ഉണ്ടാക്കിയ മയോണൈസ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിൽ ലീവ്സ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ന്യൂവായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.